ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ള ഒരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 267. പൗലോസിൻ്റെ അന്ത്യവാക്കുകൾ വളരെ ശക്തിയേറിയതായിരുന്നു. തൻ്റെ ഓട്ടം തികച്ചു എന്ന് പറയുന്നൊരു ഭാഗം ക്രിസ്തീയ ജീവിതം തന്നെ ഒരു പന്തയ ഓട്ടത്തിന് സമമാണ് എന്ന് ഓർപ്പിക്കുകയാണ്. താൻ ലാക്കിലേക്ക് ഓടുന്നു എന്ന് മുൻപ് പറഞ്ഞല്ലോ. ഇതുതന്നെ ആയിരിക്കണം നമ്മുടെയും ലക്ഷ്യം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഒളിമ്പിക് മത്സരങ്ങളെ മുമ്പിൽ കണ്ടുകൊണ്ടാകാം പൗലോസ് ഈ ഓട്ടത്തെക്കുറിച്ച് പറയുന്നത്. ഏറ്റവും പുരാതനമായ ഒരു സംഘടിത കായിക മത്സരമാണ് അത്. BC 776 ആരംഭിച്ച് AD 394 വരെ ഇത് 4 വർഷത്തിൽ ഒരിക്കലായി നടന്നു പോകുന്നു. മതപരമായ ചില ചടങ്ങുകളും ഇതോടനുബന്ധിച്ച് നടത്തി വന്നിരുന്നു. എന്നാൽ റോമൻ ചക്രവർത്തിയായിരുന്ന തിയോഡോഷ്യസിൻ്റെ കാലത്ത് ഗ്രീസിൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതോടെ ഈ മത്സരം നിന്നുപോയി. ആധുനിക ഒളിമ്പിക്സ് ഗ്രീസിൽ വീണ്ടും തുടങ്ങിയത് 1896 തുടർന്ന് 1916, 1940, 1944 എന്നീ വർഷങ്ങളിലെ ലോകമഹായുദ്ധം നിമിത്തം 3 പ്രാവശ്യം ഇത് മുടങ്ങി. ഒളിമ്പിക്സിലെ ഒരു പ്രധാന ഇനമാണ് മാരത്തോൺ ഓട്ടം. മാരത്തോൺ എന്ന പേരിൻ്റെ പിന്നിലുള്ള ചരിത്രം വളരെ ഹൃദയസ്പർശകമാണ്. പേരെടുത്ത യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു മാരത്തോൺ യുദ്ധം. ഗ്രേക്കർ പേർഷ്യക്കാരുമായി നടന്ന ആ യുദ്ധത്തിൽ വളരെ നഷ്ടവും കഷ്ടവും സഹിച്ച് ഗ്രീസ് വിജയിച്ചു. മാരത്തോൺ യുദ്ധം ജയിച്ച വിവരം നാട്ടിലറിയിക്കാൻ ഒരു പടയാളി ഒരു രാവും പകലും ഓടി തലസ്ഥാനമായ ആഥൻസിലെത്തി. അവിടെ നേരെ കോടതിയിലേക്ക് ഓടിക്കയറി. സന്തോഷിക്കുക, നാം യുദ്ധത്തിൽ വിജയിച്ചു എന്ന് കിതച്ചുകൊണ്ട് പറഞ്ഞു തീർന്നതും അയാൾ അപ്പോൾ തന്നെ അവിടെ വീണ് മരിച്ചതും ഒന്നിച്ചായിരുന്നു. ആ പടയാളി തൻ്റെ ഓട്ടം ഓടി തികച്ചു, ശരിയാണ്, എന്നാൽ ഒന്നും നേടിയില്ല. എന്നാൽ പൗലോസ് തൻ്റെ ഓട്ടം തികച്ചു, ആഗ്രഹിച്ച പ്രതിഫലത്തിനെല്ലാം അർഹനായി എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു സമയം 1 കൊരിന്ത്യർ 9 അധ്യായത്തിൽ 24 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ പറഞ്ഞു: ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദം പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിനു തന്നെ. ആകയാൽ താൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്. അതെ, അക്കാലത്തെ ഒളിമ്പിക്സ് കളിയിൽ വിജയിക്കുന്നവർക്ക് കിട്ടിയിരുന്നത് വാടിപ്പോകുന്ന ഒലിവില കൊണ്ടുള്ള കിരീടമായിരുന്നു. വേറെ വിലപിടിപ്പുള്ള സമ്മാനങ്ങളും കിട്ടുമായിരുന്നു, എന്നാൽ കിരീടം വാടുന്നതായിരുന്നു. എന്നാൽ കർത്താവ് നമുക്ക് തരുന്ന കിരീടം ഒരു നാളും പോകാത്തതാകയാൽ അതിനായി പോരാടി വിജയിക്കുവാൻ, അഥവാ ആത്മാക്കളെ നേടുന്നവരായി തീരുവാൻ പൗലോസ് അന്നവിടെ ആഹ്വാനം ചെയ്തു. മാത്രമല്ല 5 വിധ കിരീടങ്ങളെക്കുറിച്ചും പൗലോസ് പറയുന്നുണ്ടായിരുന്നു. അത് വാടാത്ത കിരീടം വർജനം ആചരിക്കുന്നവർക്ക് ലഭിക്കുന്നതും, ആത്മാക്കളെ നേടുന്നവർക്ക് പ്രശംസ കിരീടവും, കർത്താവിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടവർക്ക് നീതിയുടെ കിരീടവും, പരീക്ഷ സഹിക്കുന്നവർക്ക് ജീവൻ്റെ കിരീടവും, ആട്ടിൻ കൂട്ടത്തെ മേയ്ക്കുന്നവർക്ക് തേജസ്സിൻ്റെ കിരീടവും ലഭിക്കുമെന്നും പൗലോസ് ഓർപ്പിച്ചു. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസ വീരന്മാർ എപ്രകാരം തങ്ങളുടെ ഓട്ടം ഓടി തികച്ചുവോ അതുപോലെ നാമും നമ്മുടെ വിശ്വാസ ജീവിതം നയിക്കണം. തളരാതെയും പതറാതെയും പിന്തിരിയാതെയും ലക്ഷ്യത്തിൽ എത്തുമെന്നുള്ള ഉറപ്പോടും കൂടി ഓടണം. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.